കുറച്ച് രാമലീല, കുറച്ച് ലയൺ, കുറച്ച് ലൂസിഫർ, ഇച്ചിരി രാജമാണിക്യം, അങ്ങനെ ഒരുപാട് മലയാള സിനിമകളെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് തന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മുടെ ഈ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ. ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. എല്ലാവർക്കും നമ്മുടെ പ്രതിച്ഛായ റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രതിച്ഛായ നിവിൻ പോളി നായകനായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ്. ബി ഉണ്ണികൃഷ്ണൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമകൾ നമുക്കറിയാം. മാടൻ ബി, ഗ്രാൻഡ് മാസ്റ്റർ, ഇപ്പം നമ്മുടെ വില്ലൻ, അങ്ങനെ മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുള്ള ഒട്ടനവധി നല്ല സിനിമകളുണ്ട്. അതിനോടൊപ്പം തന്നെ പരാജയമായി പോയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പല പൊളിറ്റിക്കൽ കാര്യങ്ങളും വളരെ സത്യസന്ധമായിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എഴുത്താണ് ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. പണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന, ഇപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. എല്ലാം അങ്ങനെയല്ല, കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റോള് പ്ലേ ചെയ്യുന്നത് നമ്മുടെ ബാലചന്ദ്ര മേനോനാണ്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കിടിലം എന്ന് പറയാനില്ല, വേറെ ഒരുപാട് ബെറ്റർ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നി. ബട്ട് സ്റ്റിൽ കിട്ടിയ റോള് മോശമല്ലാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്നാമത് അദ്ദേഹത്തിന് നല്ല സുഖമില്ലാത്തതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ആ റോളിനോട് നീതി പുലർത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഒരുപാട് അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കുറച്ച് നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. പണ്ട് ആ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആ മുഖ്യമന്ത്രി നേരിട്ട പോലെ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ വിഷയം, ഒരു സോളാർ കേസുമായി ബന്ധപ്പെട്ട പോലത്തെ ഒരു വിഷയത്തെ ഇതിനകത്ത് വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആൻ അഗസ്റ്റിനാണ് ആ ഒരു റോള് പ്ലേ ചെയ്യുന്നത്. അതിനകത്ത് സോ കോൾഡ് പ്രധാനിയായ ഒരു ലേഡിയുടെ റോള് ഇതിൽ നമ്മുടെ ആൻ അഗസ്റ്റിൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻ അഗസ്റ്റിൻ വരുന്നു, പരിപാടികൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെ ഒരു ശേഷം ഇനി ആരെന്ന് നിൽക്കുമ്പോഴത്തേക്ക് മകനായിട്ടുള്ള ടെക്കി നിവിൻ പോളി വരികയാണ്. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിവിൻ പോളി ഇതിനകത്തൊരു കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, എങ്ങനെ പൊളിറ്റിക്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ള കഥ. പിന്നെ കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നത് കുറേ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറിയാണ് ഇതിൽ, പൊളിറ്റിക്കൽ സ്റ്റോറിയാണ്. ഒരു 80% പൊളിറ്റിക്സും ഒരു 20% കുടുംബകഥയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് മൊത്തത്തിൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടുപറന്ന മുഹൂർത്തങ്ങൾ, എസ്പെഷ്യലി എനിക്ക് രാമലീലയായിട്ടൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. രാമലീലയിലേക്ക് പോലത്തെ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അച്ഛനൊരു പാർട്ടി, മകൻ മറ്റൊരു പാർട്ടി, ലയനകത്തും സെയിം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം ശരിക്കും ദിലീപിനൊക്കെ പോലത്തെ ഒരു റോളാണ്. ദിലീപിന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു റോളാണ് ഇതിനകത്ത് നിവിൻ പോളി പ്ലേ ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിയിലേക്ക് വരികയാണെങ്കിൽ, നിവിൻ പോളി ആ ഒരു സർവമായ മുതൽ ഞാൻ കുറച്ച് പറയാം. സർവമായയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ഫ്രണ്ട്, വിക്കി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തതാണ്. അതിനകത്തൊരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ തന്നെ അതിൽ ഗിറ്റാർ വായിക്കുന്ന രംഗമുണ്ട്. ഒട്ടും നന്നായിട്ടല്ല ചെയ്തേക്കുന്നത്. നമ്മൾ പക്ഷേ ആ ഒരു സിനിമ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടിരുന്നുകൊണ്ട് നമ്മൾ ആ ഒരു ഗിറ്റാർ രംഗം അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടു. അല്ലെങ്കിൽ തന്നെ അതിനകത്ത് ഗിറ്റാർ വായിക്കാതിരിക്കുന്നത്, ഒരു മനുഷ്യൻ ഗിറ്റാർ വായിക്കുമ്പോൾ ഉണ്ടാകേണ്ട കുറച്ച് ചലനങ്ങളുണ്ട്, ബേസിക്. ഒന്നും വേണ്ട, ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കുക ഗിറ്റാർ എങ്ങനെയാണ് വായിക്കുന്നത്, അപ്പോൾ മനസ്സിലാവേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ചെറുതായിട്ട് ഫേസ് ഒക്കെ ഒന്നും കൊടുത്ത് അങ്ങനെ ചെയ്യാം. പിന്നെ അതിനകത്ത് ക്ലൈമാക്സിൽ ഒരു റോക്ക് സ്റ്റൈലിലെ പരിപാടിയാണ് വായിക്കുന്നത്. പക്ഷേ അത് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വീണ വായിക്കുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും എഫേർട്ട് ഇടുന്നില്ല. ഇപ്പം സർവമായാണെങ്കിൽ ക്ലൈമാക്സ് അങ്ങനെ ഓക്കെ. അടുത്തതായിട്ട് ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ഇയാളുടെ ലൈഫിൽ ഏറ്റവും ഉഴപ്പി അഭിനയിച്ചൊരു സിനിമയാണ്. ആ ഒരു ഉഴപ്പ് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദ മൂവി. ഇതിലേക്ക് വരികയാണെങ്കിൽ ബേബി ഗേൾ പിന്നെ പോട്ടെ, സിനിമ മോശമാണെന്ന് പറയാം. സിനിമ മോശമായതുകൊണ്ട് ഇപ്പം നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടും കാര്യമില്ല, സിനിമ തകർന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതത്ര മോശപ്പെട്ടൊരു സിനിമയല്ല, തരക്കേടില്ലാത്ത സിനിമയാണ്. പക്ഷെ നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടറിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇത്രയും ലേസി ആയിട്ടൊരു റോള് പ്ലേ ചെയ്യാൻ പറ്റാത്ത വണ്ണം അത്ര ലേസി ആയിട്ടാണ് റോള് പ്ലേ ചെയ്തിരിക്കുന്നത്. ഡയലോഗ് പറയുമ്പോൾ കുറച്ച് വായൊക്കെ തുറന്ന് പറയും. ഇത് എന്താ ഇത്, അവിടെ നിന്ന് പതുക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് കൺവേ ആവില്ല. അത്തരത്തിലുള്ളൊരു മസിൽ പിടിച്ചിട്ടുള്ള ഒരു അഭിനയവും, പൊളിറ്റീഷ്യൻ്റെ റോളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എന്ത് മനോഹരമായിട്ടാണ് സഖാവിലൊക്കെ അഭിനയിച്ചത്. ആ ഒരു ചാമൊക്കെ എവിടെയോ പോയി മേ ബി ടച്ച് പോയതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇനി പടം വരുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. എനിക്ക് അങ്ങനെ വിചാരിക്കാനേ പറ്റുള്ളൂ. കാരണം ഭയങ്കര ഉഴപ്പി അഭിനയിച്ചിരിക്കുന്നത്. ഇൻ്റർവ്യൂസിനൊക്കെ വന്ന് ഇദ്ദേഹം ഉഴപ്പിയിരിക്കില്ല, ആ ഒരു സ്റ്റൈലാണ് ഇതിനകത്ത് ഫീൽ ചെയ്തത്.
ആദ്യം കുറച്ച് നേരം അച്ഛൻ്റെ ആയിട്ടുള്ള ഒരു കുറുമ്പത്തരം വരുന്ന ഒരു സംഭവമുണ്ട്, അത് എല്ലാം സേഫ് സോണാണ്. ആ ഒരു പോർഷനിൽ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഈ ഒരു മെയിൻ ക്യാരക്ടറിലേക്ക് വരണ്ടേ, ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറേണ്ട ക്യാരക്ടറിലേക്ക് വരണ്ടേ. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്ത് പ്രേമം സ്റ്റൈലിൽ വരുന്നുണ്ട്. BGM, അയ്യോ ഇടയ്ക്ക് BGMന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, വളരെ മോശം BGM ആണ് ഇതിൽ. BGM കാരണം സിനിമ കുറച്ച് ഡൗൺ ആയെങ്കിലേ ഉള്ളൂ. ഉണ്ണികൃഷ്ണന്റെ റൈറ്റിങ്ങും മേക്കിങ്ങും ഒക്കെ കൊള്ളാം. പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞ സാധനം അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ത്രില്ലർ എലമെന്റ്സ് കയറ്റി വിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഈ BGM കൊണ്ട് സിനിമ ഇടിച്ച് താഴ്ത്തുകയാണ്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള BGMും കൂക്കി വിളിയും അതും ഇതുമാണ് ഇതിനകത്തുള്ള BGM മുഴുവൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു BGMന്റെ കാര്യം. നിവിൻ പോളിയിലേക്ക് തിരിച്ചു വരാം. നിവിൻ പോളിയുടെ അഭിനയം അങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ അഭിനയിച്ചിട്ടില്ല, ഉഴപ്പിയിരിക്കുകയാണ്, ഉഴപ്പി നടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ വെറുതെ വളരെ മാസ് അപ്പീലോടുകൂടെ വന്നിട്ട് നമ്മൾ വളരെ റേജോടുകൂടി പറയേണ്ട ഒരു ഡയലോഗൊക്കെ ഉണ്ട്. വളരെ ഇങ്ങനെ വന്നിട്ട് വളരെ പാവം ഒരു മനുഷ്യൻ സംസാരിക്കുന്നുണ്ട്. പതുക്കെ ഇങ്ങനെയാണ് കളിക്കാൻ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇമ്പാക്റ്റ് ഉണ്ടാവുക? നമുക്കൊരു ഫീൽ ചെയ്യണ്ടേ ആ ഒരു റേഞ്ച്. അതെനിക്ക് ഭയങ്കര ഒരു മോശമായിട്ട് ഫീൽ ചെയ്തു. നിവിൻ പോളിക്ക് പകരം മറ്റൊരു ആക്ടറാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സിനിമ ഇവിടെ നിൽക്കേണ്ടല്ല, കുറച്ചുകൂടെ ഹൈയിലേക്ക് വന്നേനെ. കേരള രാഷ്ട്രീയത്തിന് മുമ്പുണ്ടായ പല കാര്യങ്ങളെയും കോട്ട് ചെയ്ത് പറയുന്ന ഈ ഒരു സിനിമ പൊളിറ്റിക്കലി ചർച്ചാ വിഷയമായേനെ, കുറച്ചുകൂടെ ഹൈ ഇതിലോട്ട് വന്നേനെ. അങ്ങനെ ഒരു രീതി പോകേണ്ട സിനിമയാണ്. പക്ഷേ കുറേ ഫിക്ഷനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫുൾ സത്യമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ അതൊരു ചർച്ചാ വിഷയം ആയേനെ. ഇതിപ്പോൾ ആരും ചർച്ച ചെയ്യാൻ മുള്ളൂ, ഈ സിനിമയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ. സിനിമ അങ്ങ് സൈഡായി അങ്ങ് പോകും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളിക്ക് ഒന്നാമത്തെ കാര്യം, ഇപ്പം എൻ്റർടൈനറായിട്ട് നിന്നാൽ മാത്രമേ പിടിച്ച് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത്രയും മാസ് അപ്പീലുള്ളൊരു റോള് ചെയ്യണം. അതിന് എഫേർട്ട് അത്രയും നിവിൻ പോളിയുടെ സൈഡിൽ നിന്ന് വരണം. ഇല്ലെങ്കിൽ ഇതുപോലെ പ്രതിച്ഛായ പോലെ ഉള്ള സിനിമ, പ്രതിച്ഛായ പക്ഷെ പാലൊഴിക്കാത്ത കട്ടൻ ചായ പോലത്തെ എഫക്റ്റ് ആയിരിക്കും. ആ ഒരു എഫക്റ്റ് ഈ സിനിമയ്ക്ക് തരാൻ കഴിയും. വേറൊരു ആക്ടറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഒരുപാട് പേരെ വിചാരിച്ചു. അതായത് പൃഥ്വിരാജ്, ജയസൂര്യ, ദിലീപ്, ആര് ചെയ്തിരുന്നെങ്കിലും ഇതിനെക്കാട്ടും നന്നായിട്ട് ആ ഒരു റേഞ്ചൊക്കെ എക്സ്പ്രസ് ചെയ്തേനെ. ഇതൊന്നും ശരിയായിട്ടില്ല. നിവിൻ പോളി ആയതുകൊണ്ട് മാത്രം ഈ സിനിമ കുറച്ചുകൂടെ ഡൗൺ ആയി പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും നിവിൻ പോളിക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള പരിപാടികളുണ്ട്. പിന്നെ ഒരു ഫൈറ്റ് എന്ന് ഞാൻ ഒന്നും പറയാനില്ല, എന്തോ ഒന്ന് ഫൈറ്റ് ഇത്. പിന്നെ ഒരുപാട് ഡ്രാമാറ്റിക് മൊമെന്റ്സ് ഉണ്ട്. അതായത് എന്താ പറയുക, വളരെ സ്ലോ മോഷൻ ഇങ്ങനെ കുത്തി ഇറച്ചിരിക്കുകയാണ്. ലൂസിഫറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇവർ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് എത്ര പേര് നോട്ടീസ് ചെയ്തു സിനിമ കണ്ടപ്പോഴെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ലൂസിഫറിൻ്റെ ഫ്രെയിംസ് എടുത്ത് വെച്ച് നോക്കുക, ഇതും നോക്കുക, പക്ക സെയിമാണ്. ലൂസിഫർ, അതായത് ഒന്നാം ഭാഗം, ഞാൻ എംപുരാനല്ല പറയുന്നത്, ലൂസിഫറിൻ്റെ ഒരുപാട് ഒരു രീതി അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ ആംഗിൾസ് ആയാലും ഷോട്ടുകളായാലും ആ ഒരു കളർ ഗ്രേഡിങ് പോലും അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഭീഷ്മ പർവ്വം മൂവിയിലെ പോലെ ഒരുപാട് ഫ്രെയിംസ്. അപ്പം അത്തരത്തിലുള്ളൊരു ഫ്രെയിമും പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം ഓക്കെയാണ്. പക്ഷേ നായകനെ മാത്രം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തപ്പെട്ടേനെ. ഇതിപ്പോൾ ഈ ഒരു സിനിമ മറ്റേതൊരു സിനിമയും പോലെ 1-2 ആഴ്ച ഓടും. വാഴ വരുന്നതോടുകൂടി ഇത് സൈഡാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുകയൊന്നും വേണ്ട. നിങ്ങൾ ഇത്തരം സിനിമ ഇപ്പം ഞാൻ പറയാറില്ല, ഇപ്പം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഡ്രാമകൾ ഇഷ്ടമാണ്, നിവിൻ പോളിയെ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതാണ്. നിവിൻ പോളി അല്ലായിരുന്നെങ്കിൽ ഈ സിനിമ വലിയ ലെവലായിരുന്നു. ഇതിപ്പം മോശം സിനിമയല്ല ഒരിക്കലും, പക്ഷേ ഇതൊരിക്കലും ഒരു കിടിലം സിനിമയല്ല. ഇതൊരു ആവറേജ് സിനിമയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയേനെ ഇതിലെ പ്രധാന 2 ക്യാരക്ടേഴ്സിനെ മറ്റ് നടന്മാരെ വെച്ച് പ്ലേ ചെയ്തിരുന്നെങ്കിൽ. മനസ്സിൽ വിചാരിച്ചു നെടുമുടി വേണു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. നെടുമുടിക്കൊക്കെ പറ്റിയ ക്യാരക്ടറാണ് ആ അച്ഛൻ ക്യാരക്ടർ. പക്ഷെ എന്ത് ചെയ്യാം, ഒരുപാട് നമുക്ക് അതുപോലെ പറയാനല്ലേ പറ്റും. ഒരുപാട് നടന്മാർ നമുക്ക് വേണ്ടി മലയാള സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ അഭിനയിച്ചിരുന്ന അവരൊന്നും ഇപ്പം ഇന്നില്ല. സോ ഇപ്പോൾ ഉള്ള ഇന്ന് കുറച്ച് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ബാലേന്ദ്ര മേനോൻ്റെ ആ ഒരു മറ്റേ പഴയ ഒരു സ്റ്റൈൽ പരിപാടിയൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. മറ്റേ കുട്ടാ എന്താ കുട്ടാ എന്നിട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് ഒരു അനുഭവം തന്നൊരു സിനിമയാണ്. ഒരു 5 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ക 3 കൊടുക്കാൻ പറ്റിയൊരു സിനിമയാണ്. മ്യൂസിക് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ആക്ടേഴ്സിൻ്റെ കാസ്റ്റിങ്ങിലൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കാരണം ബാക്കി എല്ലാവരും ഈ 2 എലമെൻ്റ്, അതായത് നായകനും നായകൻ്റെ അച്ഛനും ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നായകൻ്റെ സഹോദരനായിട്ട് നിഷാന്ത് സാഗർ വരുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ടു എന്ന് ഞാൻ പറയുന്നില്ല. ബാലേന്ദ്ര മേനോനെ നമുക്ക് വിടാം, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ നായകൻ നിവിൻ പോളി കുറച്ചുകൂടെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ, കാരണം ഇപ്പം എനിക്കാണെങ്കിൽ പോലും നിവിൻ പോളിക്കൊക്കെ നമ്മുടെ ആ ഒരു രോമാഞ്ചം വരുന്നൊരു റോളാണ് പ്രേമത്തിൽ ചെയ്തത്.
അതിനുശേഷം ഇപ്പം മൂത്തോനാണെങ്കിൽ അദ്ദേഹം ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷെ ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു എഫേർട്ട് ഇടാതെ ഉഴപ്പി അഭിനയിച്ചിരിക്കുകയാണ്. നിവിൻ പോളി ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നല്ല എഫേർട്ട് ഇട്ട് അടിപൊളിയായിട്ടൊരു സിനിമ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഹോപ്പുള്ളൊരു ആക്ടറാണ്. അതൊരിക്കലും കളഞ്ഞു പൊളിക്കരുത്, അടിപൊളിയായിട്ട് വന്നത്. ഇപ്പോൾ സർവമായ പോലെ എൻ്റർടൈനർ മൂവീസ് ആണെങ്കിലും മതി, വേറെ ജോണർ ഷിഫ്റ്റ് ചെയ്യണമെന്നില്ല, എൻ്റർടൈനർ മാത്രം ചെയ്ത് പിടിച്ചാലും മതി. പക്ഷെ വിജയ ചിത്രങ്ങളായിട്ട് തിരിച്ചെത്തണം എന്ന് ആഗ്രഹിക്കുന്നു. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു റിവ്യൂ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ വേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.